ചേട്ടനെ കാണാൻ മൈക്കിൾ ജാക്സൺ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആരാന്ന് വെച്ച് ചേട്ടാ ഈ മൂൺ വാക്കൊക്കെ ചെയ്യുന്നു. മൂൺ വാക്ക് അതെന്താന്ന് ഞാൻ അവരോട് ചോദിച്ചു. ഈ ഒരു ക്യാരക്ടർ ചെയ്യണം. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് അഭിനയിക്കാറില്ല എന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ ഒരു സൂപ്പർ ഹിറ്റോ അങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലില്ല. ഒരു ദിവസം ഞാൻ കാണുന്നു ഇങ്ങനെ ജാക്സൺ വന്ന് ആള് ഡേഞ്ചറസ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എത്തിപ്പോയി. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ മാറിയിരിക്കുക, ആരോടും പോയി പറയാറൊന്നുമില്ല, നമ്മൾ മാറിയിരിക്കും. അച്ഛൻ ഇല്ല, അമ്മ മാത്രമേ ഉള്ളൂ. നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോഴും വീടില്ല, ഞങ്ങൾ വാടകയ്ക്കല്ല എന്നുള്ളൂ. ഇപ്പോൾ പള്ളിയിൽ നിന്നുള്ള വീട് കിട്ടിയിട്ടുള്ള അവിടെയാണ് താമസിക്കുന്നത്. പൈസയാണ് വലുത്, അത് തന്നെയാണ് റിയാലിറ്റി. അവഗണനകൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡാൻസർ ആയതുകൊണ്ട് അവരെ നമ്മൾ ശ്രദ്ധിക്കപ്പെടും, നോട്ടീസ് ചെയ്യും നമ്മൾ ഭയങ്കരമായിട്ട്. അവനെന്താ മുടി വളർത്തിയേക്കണം, ചിലപ്പോൾ സംസാരത്തിൽ കാണിക്കും, എവിടെയാടാ വീട്, എന്താ പരിപാടി, ഡാൻസ് കൊണ്ട് തീർക്കുന്നത്. ഈ മുടി വളർത്തുന്ന ഒരു കുറേ പേര് ഇത് കേട്ടിട്ടുണ്ടാവണം. നിനക്ക് മുടിയും വെട്ടി നന്നായിട്ട് നടന്നുകൂടെ എന്നുള്ള പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നു, കളിയാക്കുന്ന ആ ഒരു അവസരം നമ്മൾ ഇതുണ്ട്. പക്ഷെ എന്താ പറയില്ലേ, അത് അവരിങ്ങനെ ഇത് പറയുമ്പോഴും നമുക്കുള്ളിലുള്ള വിഷമം അവർക്ക് അറിയേണ്ട കാര്യമില്ല. അവർക്ക് ഇതൊരു തമാശയാണ്. കല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭ്രാന്തായിരുന്നു. ഫ്ലഡിൽ നിന്ന് തുടങ്ങി ഞങ്ങളുടെ ഒരു ലൈഫ് പ്രശ്നമാകാൻ തുടങ്ങി. എനിക്കൊക്കെ ട്രോമയായിരുന്നു ആ സമയങ്ങളിലൊക്കെ. എനിക്ക് കാരണം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യം പെട്ടെന്ന് നിർത്തും. അതിനുശേഷം പിന്നെ കൊറോണയും വന്ന് ഇപ്പോൾ ഒട്ടുമില്ല, പ്രോഗ്രാമുകളും ഇല്ല ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽ സ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽ സ്റ്റോൺ ഇവന്റ്സിലൂടെ. ഒരു സിനിമ ഹിറ്റ് ആവുമ്പോൾ ആ സിനിമയിലെ ചില ക്യാരക്ടേഴ്സും ആ ക്യാരക്ടേഴ്സ് ചെയ്ത ചില ആൾക്കാരും വളരെയധികം ഹിറ്റ് ആവാറുണ്ട്. അപ്പൊ ഇന്ന് ഇപ്പോ തിയേറ്ററുകളിലൊക്കെ വളരെ സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹിറ്റ് സിനിമയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വഹിച്ച നമ്മളുടെ സ്വന്തം സിബി ജാക്സൺ ആണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. സിബി, ഹായ്. സിബി ജാക്സൺ അല്ലേ? സിബി ജാക്സൺ എന്ന് വിളിക്കണോ, സുരാന്ന് വിളിക്കണോ? ഏത് വിളിക്കാനാണ് ഇപ്പൊ കൂടുതൽ ഇഷ്ടം? കാരണം എല്ലാവർക്കും സുരേനെ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാരും ആൾക്കാർ വന്ന് പറയുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയാണ്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, വളരെ നല്ലൊരു മൂവി കേട്ടോ. വളരെ നല്ലൊരു മൂവി എന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോ ഒരു സന്തോഷം തോന്നുന്ന ഒരു മൂവി, ഇറങ്ങി കഴിയുമ്പോ ഒരു സന്തോഷം, എന്നാലും കുറച്ച് സങ്കടവും കുറച്ച് ഇമോഷണൽ സംഭവങ്ങളൊക്കെ തരുന്ന ഒരു മൂവി. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് സുരാന്ന് തന്നെയാണ് വിളിക്കാൻ തോന്നുന്നുള്ളൂ. അപ്പൊ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അതിൽ നിന്ന് തന്നെ തുടങ്ങാം. എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് വരുന്നത്? ഞാൻ ജാക്സനൊക്കെ സ്റ്റേജിൽ ചെയ്യുന്ന ഒരു കലാകാരനാണ്. അപ്പം അത് കണ്ടിട്ട് തന്നെയാണ് വിനോദ് സാർ എന്നെ സെലക്ട് ചെയ്യണത്. അപ്പം ഇതെന്നെ വിളിച്ച് പറയുമ്പോൾ തന്നെ ജോമിത്തേട്ടൻ വഴിയാണ് പറയുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ വന്ന് എന്നോട് സംസാരിച്ച് ഇങ്ങനെ ഒരു സിനിമയുണ്ട്, വരണം. ഞാൻ ചെന്നു, സാറിൻ്റെ സ്റ്റുഡിയോയിൽ ചെന്ന് സാറിങ്ങനെ പറഞ്ഞു ഇങ്ങനെ സിനിമ ചെയ്യുന്നുണ്ട്, നീ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് അഭിനയിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അഭിനയിക്കണ്ട, നമ്മൾ പറഞ്ഞ പോലെ നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അച്ഛൻ അവിടെ വെച്ചാൽ ഒരു ഓഡിഷൻ നടത്തി, അവിടെ നിന്നാണ് സെലക്ട് ചെയ്തത്. സുനിൽ ചേട്ടനും ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും പിന്നെ ഡയറക്ടർ സാറും. ഓക്കെ, ഒരുപാട് പേര് പുതുമുഖങ്ങൾ എന്ന് വെച്ചാൽ അപ്പോ അല്ലെ 3 വർഷം മുമ്പ് തന്നെ അവരൊക്കെ പുതിയ ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 3000 ആൾക്കാർ എന്നാണ് അവരെ സെലക്ട് ചെയ്തത്. ഓ ആണല്ലേ, അതെനിക്കറിയില്ലായിരുന്നു. 3000 ആൾക്കാരുണ്ട്. പക്ഷെ അതിനുള്ളതുണ്ട്, നല്ല മിടുക്കരാണ് എല്ലാവരും, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മൂവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മളെ ചിന്തിപ്പിക്കുന്ന കൂടി ചെയ്യുന്ന ഒരു മൂവിയാണല്ലേ. അപ്പൊ ഈ ഒരു കഥയില് ഇപ്പം സിബിയുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്ന് അറിഞ്ഞപ്പോ എന്തായിരുന്നു ഫീൽ ചെയ്തത്? ആദ്യമേ തന്നെ അതൊരു ടെൻഷൻ തന്നെയാണ്. കാരണം ആദ്യത്തെ ഒരു വലിയൊരു മൂവിയാണ് എന്നുള്ളത് അറിഞ്ഞപ്പോൾ തന്നെ ടെൻഷൻ ആകാൻ തുടങ്ങി. പിന്നെ അത് അറിയാത്തൊരു ഏരിയയാണ്, നമുക്ക് എന്താണ് ഇതെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഒറ്റ കാര്യമാണ്, സാറിൻ്റെ കംഫർട്ടാണ്. സാറ് വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്, കുഴപ്പമില്ലടാ ഞങ്ങൾ പക്ഷെ വേറെ കാര്യമുണ്ട്, ഞങ്ങൾക്ക് 3 മാസം ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് ആക്ടിങ് ആയാലും ഡാൻസ് ആയാലും. ഡാൻസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പോഴത്തെ ഹിപ്പ് ഹോപ്പോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കൾച്ചറോ അല്ല, അത് 80s-ലുള്ളൊരു സ്റ്റൈലാണ്, ബ്രേക്ക് ഡാൻസ് ആണ്. അത് ഒരിക്കലും നമുക്കറിയില്ല. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ജാക്സൺ മാത്രമേ അറിയുള്ളൂ. സോ ഞാൻ പെട്ടെന്ന് ആ ഒരു ബ്രേക്ക് ഡാൻസിലേക്ക് വരാൻ കുറേ ടൈം എടുത്തു. ആ ഒരു 3 മാസത്തോളം ഞാൻ നല്ല കഷ്ടപ്പാടായിരുന്നു. പിന്നെ ആക്ടിങ്ങും ഞങ്ങൾക്ക് സുനിത മാം വന്ന് പറഞ്ഞു ഇതുപോലെ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ, എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നു. ആ സമയത്താണ് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആക്ടിങ് ഒക്കെ. ആണല്ലേ? വേറെ മൂവീസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഗപ്പി എന്ന് പറഞ്ഞ സിനിമ, ഗബ്രിയേലിന്റെ ദർശനം, ആ പാട്ടിൽ ജാക്സൺ ആയിട്ട് നിൽക്കുന്നത് ഞാനാണ്. വെറുതെ അല്ലേ, എവിടെയോ ഭയങ്കര പരിചയമുണ്ട്. ആദ്യമായിട്ട് മുഖം കാണിക്കുന്നത് അതിലാണ്. പക്ഷെ ഒരിക്കലും നമുക്കൊരു ക്യാരക്ടറോട്
ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അത് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് മൂൺ വാക്കിലാണ് അതെ. ചെയ്യുന്നത്. അപ്പൊ ഈ മൂവിയിൽ എന്ന് വെച്ചാൽ ഏറ്റവും എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ഒരു ഇമോഷണൽ സംഭവമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത് ഇത്രയും ആളുകളിലേക്ക് എത്തും, ആളുകൾക്ക് ഇത് ഇത്രയും ഇമോഷണലി കണക്ട് ആവും, ആളുകൾക്ക് ഇത്ര ഇഷ്ടപ്പെടുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. എനിക്കിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ടെൻഷൻ തന്നെയായിരുന്നു അതിൽ ഫുള്ളും. കാരണം എൻ്റെ കൂടെ ഉള്ളവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് ആക്ട് ചെയ്യുന്നു. അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നു. അവർ പെട്ടെന്ന് തന്നെ ഷോട്ടുകളൊക്കെ പെട്ടെന്ന് കഴിയുന്നു. അപ്പം നമ്മളിത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ടെൻഷൻ വേറെയാണ്. എനിക്കുണ്ടായിരുന്നു കുറേ ടൈപ്പ് പ്രശ്നങ്ങളുണ്ടായിരുന്നു. വെച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറയുമ്പോൾ അവിടെ കിടന്ന് കോൺഷ്യസ് ആവുക. അങ്ങനെ കുറേ പ്രാവശ്യം ടേക്കൊക്കെ പോകേണ്ടി വന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഭയങ്കര അപ്പം ഞാൻ വളരെ പേടിച്ചിരുന്ന, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഇങ്ങനെയുള്ളൂ, ബാക്കി എല്ലാവരും ചെയ്യുന്നു, അപ്പോൾ എൻ്റെയും ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെടണേ. നമ്മളങ്ങനെ വിചാരിച്ചിട്ട് ഒരിക്കലും ഇതുപോലെ എല്ലാവരും എടുക്കുന്നുള്ളത് കാര്യം ഞാനന്ന് ചിന്തിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും അതൊന്ന് എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നു, അതുപോലെ എൻ്റെയും ക്യാരക്ടർ എല്ലാവരും ഇഷ്ടപ്പെട്ട് പോകണം എന്ന് മാത്രമേ. അത് ആ ഒരു സിനിമയ്ക്ക് ഒരു ദോഷം ഉണ്ടാവില്ലേ എന്നാണ് പ്രാർത്ഥന. അല്ലാണ്ട് ഒരിക്കലും നമ്മളിങ്ങനെ ഒരു സൂപ്പർ ഹിറ്റോ അങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലില്ല. പക്ഷെ അവിടുന്ന് തിയേറ്ററിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോ നമ്മുടെ സെലിബ്രിറ്റീസ് തന്നെ എത്ര പേർ പ്രിവ്യൂ ഷോയ്ക്ക് അല്ലേ വന്നിട്ട് തന്നെ കെട്ടിപ്പിടിച്ചു. അവര് ഏറ്റവും വലിയ നമ്മള് ഓടി വന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ചെയ്തു എന്നല്ല പറയണത്, കെട്ടിപ്പിടിച്ച് ആ ഒരു വിഷമം പറയുകയാണ്. അതൊരു അയ്യോ, എനിക്കത് കണ്ണുകളിൽ അത് കാണാം. ശരിക്കും കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് ഒരു സന്തോഷം അറിയിക്കണേ. ഞാൻ അത് വല്ലാത്തൊരു അനുഭവമാണത്. ഫസ്റ്റ് മൂവിയിൽ തന്നെ കിട്ടാന്നൊക്കെ പറയുന്നത് അത് നമുക്ക് എന്തൊക്കെയോ ഭാഗ്യാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ, ഈ മൂവിയിൽ ഈ സുര എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരാളുടെ ഒരു ക്യാരക്ടർ അല്ല. നമ്മളൊരു ഒരുപാട് പേരുടെ, ഇപ്പം ഒത്തിരി കഴിവുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇപ്പോഴും ഡിസ്ക്രിമിനേഷൻ ആണെങ്കിലും പല രീതിയിലും പല കാര്യങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. അപ്പൊ അവരെയൊക്കെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സുരയുടെ അല്ലെ? ചിലപ്പോ അതുകൊണ്ട് കൂടി ആയിരിക്കില്ലേ ആളുകൾക്ക് ഇത്ര. അത് എനിക്ക് എന്നോട് കൂട്ടുകാരന്മാർ വിളിച്ചു പറഞ്ഞപ്പോഴും കുറേ പേര് എന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വോയിസ് മെസ്സേജ്. അപ്പോൾ അവർ പറയുന്നത്, എടാ ഞങ്ങളൊക്കെ എവിടേക്കും ഞങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഇത് എൻ്റെ ലൈഫിൽ സംഭവിച്ചേക്കണ ഒരു ഇൻസിഡൻറ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാ, വല്ലാത്ത ഫീൽ വരുന്നുണ്ടെന്നൊക്കെ. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ദൈവമേ, അതൊക്കെ ഒരു ഭാഗ്യമാണ് ഞാൻ പറയുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവരും ഭാഗ്യമല്ല, ഡയറക്ടറിൻ്റെ ഒരു ബ്രില്യൻ്റ് ആയിരിക്കാം അത് നമുക്ക്. പക്ഷെ ഞാനിതൊന്നും അറിയാണ്ടാണ് നമ്മൾ അഭിനയിച്ചേക്കണം കേട്ടോ. എനിക്കിതിനെക്കുറിച്ചുള്ളൊരു ടെൻഷൻ, വളരെ ടെൻഷനോട് ചെയ്തതാണ്. പക്ഷെ അതെല്ലാം ഇങ്ങനെ ആയി എന്ന് പറയുമ്പോൾ എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കണം. അത് എനിക്ക് താങ്ങാൻ പറ്റില്ല. കാരണം താങ്ങാൻ നല്ല ഭയങ്കര സന്തോഷത്തിൻ്റെ മൂർധന്യം എന്നൊക്കെ പറയില്ല, ആ ഒരു അവസ്ഥയാണ് എനിക്കിപ്പോഴും. തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോഴും ഓരോരുത്തർ വന്ന് കൈ പിടിച്ചിട്ട് ആ കണ്ണ് നിറയുന്നത് കാണാൻ തന്നെ ഭയങ്കര സന്തോഷമാണ്. അത് മീൻസ് കണ്ണ് നിറഞ്ഞിട്ട് എടാ നന്നായിടാ, ഞങ്ങൾക്ക് ഭയങ്കര കെട്ടിപ്പിടിക്കുന്നു, ഭയങ്കര സന്തോഷം അവർക്ക്. അത് മതി നമുക്ക്, അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഇപ്പൊ സുരേനെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. എനിക്കിനി സിബിനെ പറ്റിയാണ് അറിയേണ്ടത്. ഇപ്പം സുര എന്ന് പറയുന്ന ഈ ക്യാരക്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അപ്പം ഈ സുരയുടെ ആ ഒരു റോള് ചെയ്യണമെങ്കിൽ തന്നെ അത്രയും ഒരു ഇമോഷൻ കണക്ഷൻ നമുക്ക് തന്നെ ഉള്ളിൽ വേണം. അപ്പം സിബി റിയൽ ലൈഫിൽ എങ്ങനത്തെ ഒരാളാണ്? സാർ എപ്പോഴും പറയായിരുന്നു, എന്നോട് ഈ മറ്റേ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുന്നത്, ആൾക്കാർ റിവീൽ ചെയ്യല്ലോ, നമ്മുടെ ആക്ടേഴ്സിനോട് പറയൂല്ലോ ഇന്ന ക്യാരക്ടർ റിവീലിങ്ങിലാണ് സമയത്താണ് സാറ് പറഞ്ഞത്, ഇത് സുര ഇവൻ തന്നെ ചെയ്താൽ മതി, സുര ഇവനാണ് ഇത് മാറ്റി വെച്ചേക്കണതാണ്. ഇതല്ല 3 മാസം കഴിഞ്ഞിട്ടാണ് റിവീൽ ചെയ്തത്. കാരണം വെച്ചാൽ 3 മാസത്തെ ആ ഒരു ട്രെയിനിങ്ങിന് അവർ ശ്രദ്ധിക്കുകയായിരുന്നു. അത് ഞങ്ങൾ വാച്ച് ചെയ്തിരുന്നത്, എങ്ങനെയാണ് ആർക്കാണ് പറ്റുന്നത്, ഏത് റോളാണ്, ഏത് ക്യാരക്ടർ ആർക്ക് കൊടുക്കണം എന്നൊക്കെ ആ സമയത്താണ് തീരുമാനമായത്. ആ 3 മാസത്തിന് ശേഷമാണ് സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചത് ഞങ്ങളെ. അപ്പോഴാണ് പറഞ്ഞത് സുര എന്ന് പറഞ്ഞപ്പോൾ തന്നെ സാറെന്നെ നോക്കിയിട്ട് പറഞ്ഞു അതവൻ തന്നെ ചെയ്താൽ മതി. അത് സാറാണ് തീരുമാനിച്ചിരിക്കുന്നത്, ഞാനല്ലത്. എന്നിൽ എന്തൊക്കെയോ സാറ് കണ്ടിട്ടുണ്ട് ആ സമയങ്ങളിൽ. എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം ഞാനും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ മാറിയിരിക്കുക, ആരോടും പരിഭവമൊന്നുമില്ല, പോയി പറയാറൊന്നുമില്ല, നമ്മൾ മാറിയിരിക്കും, ആ ഒരു വിഷമത്തിൽ തന്നെ ഇരിക്കും. അത് തന്നെയാണ് സുരയ്ക്കും ഉണ്ട് ആ സ്വഭാവം. ഇപ്പം സുര എന്ന് പറഞ്ഞ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പൊ അങ്ങനെ തന്നെയാണോ സിബിയുടെ റിയൽ ലൈഫിലും സുരയായിട്ട് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഒരുപാട്. നമ്മള് അച്ഛൻ ഇല്ല, അമ്മ മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പം അനിയത്തിയുണ്ട്, അവരെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ട് പണ്ട് തൊട്ടേ. സ്വന്തമായിട്ട് ഇപ്പോഴും വീടില്ല, ഞങ്ങൾ വാടകയ്ക്കല്ല എന്നുള്ളൂ. ഇപ്പോൾ പള്ളിയിൽ നിന്നുള്ള വീട് കിട്ടിയിട്ടുള്ള അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ. പിന്നെ അവഗണനകൾ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഡാൻസർ ആയതുകൊണ്ട് മുടി വളർത്തുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്താ പറയില്ല, മുടി വളർത്തുന്നതായിരുന്നു ഒരിടയ്ക്ക് എനിക്കൊരു പ്രോബ്ലം ആയിരുന്നു. പക്ഷെ അത് ഞാൻ ചാനലിൽ പ്രോഗ്രാം ചെയ്തതിന് ശേഷം പിന്നെ അവർക്ക് മനസ്സിലായി ഞാൻ എന്തിനാണ് മുടി വളർത്തിയതെന്ന്.
പിന്നെയുള്ള അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു സമയങ്ങളിൽ. പക്ഷെ എന്നാൽ പോലും പൈസയാണ് വലുത്. അത് തന്നെയാണ് റിയാലിറ്റി. നമുക്ക് പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ അത്രയും പൈസ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കലയും വേണം, ഇതും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണം. ഇതിൻ്റെ ഇടയിലാണ് ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് കലാകാരന്മാർ ഇതിനെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കലാകാരന്മാരാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തത്. എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. സുര എന്നുള്ള ക്യാരക്ടർ ശരിക്കും ഞാനല്ല, അത് ഒരുപാട് പേരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണത്. ഞാൻ ഉൾപ്പെടെ സത്യം, അത് ഭയങ്കര സന്തോഷമുണ്ട്. ആൾക്കാർക്ക് അത് മനസ്സിലായില്ല, അത് മതി. അല്ല, ആ സിനിമയിൽ കുറേ കാര്യങ്ങളുണ്ട്, കുറേ സീൻസ് വരെ ഉണ്ട്. ലൈക്ക് ആദ്യം തന്നെ ഇപ്പം സുരയുടെ അടുത്ത് ഭയങ്കര ഒരു പുച്ഛഭാവമുണ്ട്. ഇവനെന്തിനാ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നേ. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എപ്പോഴും അങ്ങനെ കിടക്കും ഉള്ളിൽ, അങ്ങനെ അല്ലേ? അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് റിയൽ ലൈഫിൽ ഇതുപോലെ ഈ ഒരു മാറ്റി നിർത്തപ്പെടുക? നമ്മള് ഈ സിനിമയിൽ അങ്ങനെ ഒരുപാട് പോർട്രേ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ വരുന്ന വഴിക്ക് ആണെങ്കിലും അവിടെ ഇരിക്കുമ്പോഴാണെങ്കിലും അത് ഈ നമുക്ക് എന്താ പറയുക, ഇപ്പം കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ പണ്ട് കാലത്ത് കേട്ടോ, ഇപ്പം ഒന്നുമല്ല, പണ്ട് കാലത്ത് ഇപ്പോഴൊക്കെയാണ് ഫ്രീക്കായിട്ട് വരുന്നത് വലിയൊരു മാസമെന്ന് പറയുന്നത്. പണ്ട് കാലത്ത് അതൊരു മാസമല്ലായിരുന്നു. അവരെ നമ്മൾ ശ്രദ്ധിക്കപ്പെടും, നോട്ടീസ് ചെയ്യും നമ്മളെ ഭയങ്കരമായിട്ട്. അവനെന്താ മുടി വളർത്തിയേക്കണേ, ഒരു തരം അവർ സമൂഹത്തിൻ്റെ ഉള്ളിൽ കാണിക്കില്ല. ഐ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ആ ഒരു അവസരത്തിലാണ് അവരത് കാണിക്കുക നമ്മുടെ അടുത്ത്. ചിലപ്പോൾ സംസാരത്തിൽ കാണിക്കും, എവിടെയാടാ വീട്, എന്താ പരിപാടി, ഞാൻ ഡാൻസ് കൊണ്ട് തീർക്കുന്നത്. ആ ഒരു ടോൺ മാറുക എന്നുള്ളതൊക്കെ പറയില്ല, അതൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. അവർ ചോദ്യഭാവം കേട്ടുപോകുമ്പം അവർ വലുതും, മീൻസ് അവർ നല്ലവരും ഞങ്ങൾ ചീത്ത, ആ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക്, ഞാൻ മാത്രമല്ല കേട്ടോ, ഞാൻ ഒരുപാട് പേര് ഈ മുടി വളർത്തുന്ന ഒരു കുറേ പേര് ഇത് കേട്ടിട്ടുണ്ടാവണം. എൻ്റെ ഒരു അനുഭവത്തിൽ പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ കുറേ പേര് അത് അനുഭവിച്ചിട്ടുണ്ടാവണം, ഫേസ് ചെയ്തിട്ടുണ്ട്. അത് ഇഷ്ടംപോലെ ഞാൻ കേട്ടിട്ടുണ്ട്. ആണല്ലേ? അതിലിപ്പോ മുടി വെട്ടണ ഒരു സീനും ഉണ്ട്. പിന്നെ അതിൽ വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുടി വളർത്തുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ 4 ആൾക്കാർ ഇരിക്കുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അവർ പറയും, മുടി നോക്കിയിട്ട് നിനക്ക് മുടി വെട്ടി നന്നായിട്ട് നടന്നൂടെ എന്നുള്ളത് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നു, കളിയാക്കുന്ന ആ ഒരു അവസരം നമ്മൾ ഇതുണ്ട്. പക്ഷെ എന്താ പറയില്ലേ, അത് അവരിങ്ങനെ ഇത് പറയുമ്പോഴും നമുക്കുള്ളിലുള്ള വിഷമം അവർക്ക് അറിയേണ്ട കാര്യമില്ല. അവർക്ക് ഒരു തമാശയാണത് പലപ്പോഴും. അതും ഇതുപോലെ തന്നെ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ മുടി വളർത്തി മിക്കൊരു ആ സമയങ്ങളിൽ ഞാൻ ചോദിച്ചു, കാരണം നമുക്ക് മാത്രമല്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ഉണ്ട്, ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊന്നല്ല, വേറെയും പലതും പറയാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കതിൻ്റെ അതിൻ്റെ പിറകെ പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. പണ്ടേ നമ്മൾ സ്ട്രോങ് ആണ്. അവര് എന്ന് വെച്ചാൽ നമ്മളെ തകർത്താം, പക്ഷെ നമ്മൾ പിന്നെയും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾ നിർത്തൂല. നമുക്ക് അവരെ എതിർക്കാനുള്ള പവർ ഇല്ല എന്നുള്ളൂ, പക്ഷെ നമ്മൾ നിർത്തില്ല എന്നുള്ളൂ. ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നല്ലേ ഈ മൂൺ വാക്ക് എന്ന് പറഞ്ഞത്. വലിയൊരു ടേണിംഗ് പോയിന്റ്. അതിന് ഏറ്റവും വലിയൊരു എനിക്ക് പറയേണ്ടത് സാറിനെയാണ്. സാർ അത് ആ സമയത്ത് ഞങ്ങളുടെ കൂടെ മനോജ് എന്ന് പറഞ്ഞ മറ്റേ ഷാജി, അവൻ എന്നേക്കാൾ ഡാൻസറാണ്, എന്നേക്കാൾ പവർഫുൾ ആണ്, എന്നേക്കാൾ നന്നായിട്ട് ഡാൻസ് ചെയ്യും, ക്യാച്ച് ചെയ്യും. അവൻ ഒരു കൊറിയോഗ്രാഫറാണ്. എന്നാൽ പോലും അവനെ സെലക്ട് ചെയ്തില്ല. ഒന്നും അറിയാത്ത എന്നെയാണ് സെലക്ട് ചെയ്തത്. അതെനിക്ക് ഇപ്പോഴും പലപ്പോഴും ഞെട്ടിയ ഒരു സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ആ സമയത്ത് സാർ എടുത്ത റിസ്ക് ആണ്. അത് വലിയൊരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് എൻ്റെ വിജയമല്ല, സാറിൻ്റെ വിജയമാണ്. സാറാണ് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചതും ഇങ്ങനെ ക്യാരക്ടറൊക്കെ തീരുമാനിച്ചതും സാറ് തന്നെയാണ്. അപ്പൊ സാറ് തന്നെയാണ് അതിൻ്റെ ഒരു ആ മൂവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. കാരണം ആ മൂവിയിൽ ലാസ്റ്റ് നമ്മളെയും കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളെ മാറ്റി നിർത്തുന്നു അങ്ങനെയൊക്കെ പറയുന്നത് ഒന്നുമല്ല, നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്താം എന്നുള്ള ഒരു മെസ്സേജാണ് വരുന്നത്. അതാണ് ആ മൂവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടന്റും അത് തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ ഇങ്ങനെ ആയിരിക്കുമോ വരാ, അങ്ങനെയൊന്നും ആരും വിചാരിക്കില്ലല്ലോ. മേ ബി അതുകൊണ്ടായിരിക്കും ഉള്ളിൽ എല്ലാവർക്കും ഇമോഷണലി കണക്ട് ആയത് അല്ലേ? ഇപ്പം വീട്ടിലെല്ലാരും എന്ത് പറഞ്ഞു ഇത് കണ്ടിട്ട്? അമ്മ വിളിച്ചിട്ട് പറഞ്ഞു നന്നായിട്ട്, മോനെ ഭയങ്കര വിഷമമൊക്കെ തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, കാരണം അമ്മ അങ്ങനെ വലിയ അറിയാലോ, ഇമ്പ്രസ്ഡ് ആവില്ല. കാരണം നമ്മളെ സ്ഥിരം കാണുന്ന ആളല്ലേ. അപ്പം അമ്മയ്ക്ക്, എൻ്റെ അമ്മയുടെ പ്രത്യേകത അങ്ങനെയാണ്, വലിയ ഇമ്പ്രസ്ഡ് ഒന്നും ആവില്ല. അത് പാട്ട് പാടിയാലും അല്ലെങ്കിൽ ഡാൻസ് ചെയ്താലും അവിടെയൊക്കെ എന്തോ കുഴപ്പമില്ല. അല്ലാണ്ട് എൻ്റെ അമ്മ ഇങ്ങനെയാണ്, മുന്നേ തന്നെ അങ്ങനെയാണ്. പക്ഷെ ആ അമ്മ വന്നിട്ട് മോനെ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു, എനിക്ക് ആ ഫീല്. അപ്പം എനിക്ക് ഞെട്ടലായി. കാരണം അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ട് എനിക്ക് ഉറപ്പായിട്ടും അത് ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളത് അന്നേ എൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചെറിയൊരു ഇതുണ്ടായിരുന്നു. ഉറപ്പായിട്ടും ആൾക്കാർ ഇഷ്ടപ്പെട്ട് തുടങ്ങി എന്ന് മനസ്സിലായത്. കാരണം അമ്മ സ്ഥിരം കാണുന്നതല്ലേ. അത് അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതലും എനിക്ക് സന്തോഷമായത്. ആണല്ലേ?
അനിയത്തിയും അനിയനും അനിയൻ അനിയത്തിയും ഒക്കെ എല്ലാവർക്കും കണ്ടു, ഒരു ഭയങ്കര ഇഷ്ടമായി. അനിയൻ പുറത്താണ്, അനിയത്തിയാണ് കണ്ടത്. കണ്ടത്. അപ്പൊ എപ്പോഴാണ് ഈ ഡാൻസർ ആവുക അല്ലെങ്കിൽ ഡാൻസിലേക്ക് വരാന്നുള്ള ഒരു മോഹം വരുന്നത്? അത് മൈക്കിൾ ജാക്സൺ മരിച്ച ആ സമയങ്ങളാണ്. ആ സമയത്താണ് ഞാനിങ്ങനെ ജോലിയൊക്കെ ചെരുപ്പടയിലൊക്കെ നിൽക്കുന്നത്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ്. അങ്ങനെ അപ്പോൾ ലൈഫ് പറയൂ, എല്ലാവരും അറിയണല്ലോ, എല്ലാരും കേൾക്കണം. ഇതൊക്കെ എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ്. നമ്മള് 10 തോറ്റിട്ട് പിന്നെ നേരെ ജോലിക്കാണ് കയറിയത്. കാരണം നമുക്ക് പഠിക്കാനുള്ള മൈൻഡ് ഉണ്ടായില്ല. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ, അതങ്ങനെ ആയിപ്പോയി. പക്ഷെ അത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ ജോലിക്ക് പോണ സമയത്താണ് ഒരു പയ്യൻ വന്ന് പറഞ്ഞു, മോനെ ചേട്ടനെ കാണാൻ മൈക്കിൾ ജാക്സൺ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആരാന്ന് ചോദിച്ചു. അവരോട് അതാരാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ചേട്ടാ ഈ മൂൺ വാക്കൊക്കെ ചെയ്യുന്നു. മൂൺ വാക്ക് അതെന്താന്ന് ഞാൻ അവനോട് ചോദിച്ചത്. അത് അറിയില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. എനിക്ക് അവിടെ വരെ എനിക്ക് മൈക്കിൾ ജാക്സൺ എന്താണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ പിൻകാലത്ത് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ച് എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നുണ്ട്. ഹോസ്റ്റലിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാനിത് കണ്ടിട്ടുണ്ട്. ടി വിയിൽ ജാക്സന്റെ ഈ മൂൺ വാക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഡേഞ്ചറസ് ടൂറിൽ ആള് ചെയ്തിട്ടൊരു മൂൺ വാക്ക് എൻ്റെ ഓർമ്മയിൽ അത് കിടക്കുന്നുണ്ട്. അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് എപ്പോഴോ. പക്ഷെ പിന്നെ നമുക്കറിയില്ലല്ലോ അതെന്താണെന്നുള്ളത്. ആ സമയത്തൊന്നും അറിയില്ല. അന്ന് ഇന്നത്തെ പോലെ ഇന്റർനെറ്റും ഒറ്റയടിക്ക് യൂട്യൂബൊക്കെ എടുത്ത് കാണാനുള്ള ബുദ്ധിയൊന്നും ഒരാൾക്കില്ല. അന്ന് എന്ന് വെച്ചാൽ ആർക്കും അറിയില്ല യൂട്യൂബ് എന്താണെന്ന് പോലും അറിയാത്തൊരു കാലം ആ സമയങ്ങൾ. അപ്പം അന്ന് എനിക്ക് കിട്ടിയതൊക്കെ CDs ആണ്. CD-കളാണ് ഞാൻ എന്നിട്ട് കണ്ട ആദ്യമായിട്ട് കാണുന്നതും പഠിക്കണതും. ആ സമയങ്ങളിലൊക്കെ മരിച്ച സമയങ്ങളിലൊക്കെ ഈ കടകളുടെ മുമ്പിൽ ഇങ്ങനെ TV-യിൽ വയ്ക്കും മൈക്കിൾ ജാക്സന്റെ. ആ സമയം അത്രയും പോപ്പുലർ ഒരാളാണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് കാണും. ഞാൻ ആദ്യമായിട്ട് കണ്ടത് ത്രില്ലർ എന്നൊരു ആൽബമാണ് ആദ്യമായിട്ട് കണ്ടത്. അത് എന്നെ വല്ലാണ്ട് അങ്ങോട്ട് സ്ട്രൈക്ക് ആക്കി. കാരണം വെച്ചാൽ എനിക്ക് കണ്ണാടി അല്ലെങ്കിൽ ഞാൻ തന്നെയല്ലേ എന്നുള്ളൊരു ചിന്ത. അത് തന്നെയാണ് എന്നെ ഇങ്ങനെ ഒരു ഡാൻസറിലേക്കുള്ളൊരു ഫസ്റ്റത്തെ പ്രചോദനം ജാക്സൺ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി എനിക്ക്. പിന്നെ അവിടുത്തെ ചാലക്കുടി ഡാൻസ് സ്കൂളുണ്ട്, അവിടെ പോയി അവിടെ പോയി ചോദിച്ച് കയറി. അങ്ങനെ അവിടുത്തെ സിനിമാറ്റിക് ഇതിൻ്റെ കൂടെ കൂടി. പിന്നെ ആ സമയത്താണ് ഈ ഞാൻ അറിയണത് അവിടുത്തെ ആശാനെ ഞാൻ കാണാറില്ല അവിടെ. രാകേഷ് മാസ്റ്റർ ആളെയൊന്നും കാണാറില്ല അവിടെ. പക്ഷെ ആളവിടെ ജാക്സൺ ചെയ്യുന്ന മെയിൻ ആളെ എനിക്കറിയില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ കാണുന്നു ഇങ്ങനെ ജാക്സൺ വന്ന് ആള് ഡേഞ്ചറസ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ ആൾക്ക് നല്ല പൊക്കമുണ്ട്, ആള് നല്ല മെലിഞ്ഞിട്ടാണ്. അപ്പോൾ കറക്റ്റ് ജാക്സനാണ് ശരിക്കും. എൻ്റെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയത് ആശാനിലൂടെയാണ് കണ്ടത്. എനിക്കത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ആ സമയങ്ങളിലൊക്കെ. അപ്പോൾ എങ്ങനെയെങ്കിലും ജാക്സനെ പോലെ. അപ്പോൾ ഈ CDs കാണുമ്പോൾ എപ്പോഴും നമുക്ക് ഇത് തന്നെയാണല്ലോ ചിന്ത, ജാക്സനെ പോലെ ആണോ എന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പോൾ ഈ സംഭവം എനിക്ക് എന്നെ അങ്ങോട്ട് എന്താ പറയില്ലേ, ഭയങ്കരമായിട്ട് അത് എന്താ പറയില്ല നമ്മളെ കൊണ്ട് അങ്ങോട്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു മൈൻഡ് വന്നതിന് ശേഷമാണ് ഞാനിത് ഇംഗ്ലീഷ് അറിയില്ല അതിൽ ഞാൻ പാടാൻ തുടങ്ങി. പിന്നെ അത് എങ്ങനെയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതങ്ങനെയാണ്, നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അറിയണം, ഏത് ഭാഷയൊന്നും ഇല്ല. അമ്മ ഒരു സൈഡ് പറഞ്ഞു, മോനെ നീ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു രാത്രി. എന്താ നീ അവിടെ നിന്ന് പാടായിരുന്നു രാത്രിയിൽ. കാരണം ഞാൻ ആ പാട്ട് ഞാൻ എത്ര തവണ കേട്ടു എന്ന് എനിക്കറിയില്ല. അത്രയും തവണ ഞാൻ കേട്ടിട്ടുണ്ട്, റിപ്പീറ്റ് അടിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ബില്ലിജിനായിരുന്നു പിന്നെ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് വന്നത്. ത്രില്ലർ അല്ല, ബില്ലിജിൻ. അതാണ് എൻ്റെ ലൈഫ് മാറ്റിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ ചെയ്യുന്നത്. അതും ജയൻ ചേട്ടൻ വഴി, കലാഭവൻ ജയൻ എന്ന് പറഞ്ഞ ഒരാൾ വഴിയാണ് ചെയ്തത്. അവിടെ നിന്ന് തുടങ്ങി എൻ്റെ ലൈഫ്. ഞാനൊരു കലാകാരൻ തുടങ്ങി അവിടെ നിന്നാണ് സ്റ്റേജുകൾ എനിക്ക് കിട്ടാൻ തുടങ്ങി, പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്ന് നേരെ TV ഷോയിലേക്ക് കയറി. അങ്ങനെയാണ് ഈ ഒരു മൂൺ വാക്ക് എന്നൊരു മൂവിയിലേക്ക് വന്നത്. അപ്പൊ കൊറേയൊക്കെ നമുക്ക് കണക്ഷൻസ് വന്ന് അല്ലേ, കുറച്ചൊക്കെ. പിന്നെ നമ്മളുടെ ജയൻ ചേട്ടൻ തന്നെയാണ് അതെന്ന് വെച്ചാൽ വേറൊരാളും അതിനൊരു ഇത് കൊടുക്കില്ല. കാരണം എനിക്ക് മേക്കപ്പ് അറിയില്ല. ആളെങ്ങനെയാ ഡാൻസ് കറക്റ്റ് അല്ലായിരുന്നു, വേർഡ്സ് കറക്റ്റ് അല്ലായിരുന്നു, ഇതൊന്നും കറക്റ്റ് അല്ലായിരുന്നു. പക്ഷെ എന്നാൽ ആൾ എൻ്റെ ആ ഒരു എന്നിലുള്ള കലാകാരൻ ആൾ കണ്ടു. എടാ നീ ചെയ്യുന്നത് കുഴപ്പമില്ല, നീ ചെയ്തോ എന്ന് പറഞ്ഞ് ഫസ്റ്റ് എനിക്ക് ചാൻസ് തന്നു ആ ഒരു സ്റ്റേജിൽ. അന്ന് അപ്പോൾ ആൾക്ക് തോന്നാണ് എടാ നിന്നെ കൊണ്ട് പറ്റില്ല, നീ നിർത്തിക്കോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്ന്. പക്ഷെ പുള്ളി എന്നെ എന്തോ കണ്ടു, എന്നിൽ ആ ഒരു കലാകാരനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആളെ ഞാൻ ഈ സമയത്ത് പറയണേ, ആളാണ് ശരിക്കും കുറച്ചും കൂടി ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ആളുടെ വീട്ടിൽ മക്കൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ജാക്സന്റെ പാട്ടാണ്. അത് ഞാൻ പിന്നീട് വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഞാൻ അറിയണത്. പക്ഷെ ഞാൻ എന്താ പറയില്ല, ആ ചേട്ടൻ അങ്ങനെ ചെയ്തില്ലായിരുന്നു ഞാൻ ഇന്ന് ഇവിടെ എത്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം എന്നെ സെലക്ട് ചെയ്തത് ഈ ഒരു ഇതിലാണ് കണ്ടത്, TV ഷോ കണ്ടതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞാനൊന്നും ഇവിടെ ഇരിക്കില്ലായിരുന്നു. നമ്മുടെ ലൈഫിലൊക്കെ ദൈവത്തെ പോലെ ഒരാളുണ്ട്. സത്യം. അത് ജയൻ ചേട്ടനും ഈ പറഞ്ഞ രാകേഷ് മാസ്റ്റർ ഇവരൊക്കെ ഭയങ്കര ഇൻസ്പിറേഷനാണ് എനിക്കൊക്കെ. ജയൻ ചേട്ടൻ ഈ പറഞ്ഞ ജയൻ ചേട്ടൻ കലാപം ജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ചേട്ടൻ, ഞങ്ങളുടെ നാട്ടിലെ മണിച്ചേട്ടൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്തിരുന്നു പണ്ട് കലാപനുള്ള സമയത്തൊക്കെ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആളെ കാണാനും പുള്ളിയുടെ കൂടെ പ്രോഗ്രാം. പക്ഷെ പുള്ളി എന്നെ കണ്ടപ്പോൾ എന്നെ മനസ്സിലാക്കി, നീ ധൈര്യമായിട്ട് പോവാ, ഞങ്ങളുടെ കൂടെ ടീമിലേക്ക് കയറിക്കോ,
ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ചാൻസ് തന്നത് പുള്ളിയാണ്. പുള്ളിയാണ്. ഓ, അതൊക്കെ ഭയങ്കര ഭയങ്കര ഒരു ഭാഗ്യമാണ്. അവിടെ നിന്നൊക്കെയാണ് നമുക്കൊരു കലാകാരൻ എന്നുള്ളൊരു തുടക്കം തുടങ്ങിയത്. കാരണം ഞാൻ ആ ജയൻചേട്ടൻ ടീമിൽ കയറിയത് കൊണ്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർ എന്നെ അറിഞ്ഞു. കേരളത്തിൽ മിക്ക ആർട്ടിസ്റ്റുകളും അറിഞ്ഞു. കാരണം ജയൻചേട്ടനെ കണ്ടാ അറിയാത്ത familiar ആണ്. ഫെമിലിയർ ആണ്. എവിടെ ചെന്നാലും ഏത് സ്റ്റേജിൽ ചെന്നാലും നീ ആ ജയൻചേട്ടന്റെ ടീമിലെ, അത് പറയുന്നത് വലിയൊരു സന്തോഷം തന്നെയാണ്. പിന്നില്ലേ, പിന്നെ തീർച്ചയായിട്ടും. അവിടെ നിന്ന് തുടങ്ങിയാണ് എൻ്റെ കലാ ജീവിതം തുടങ്ങിയത്. അവിടുന്ന് ഒരു 10 വർഷമൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങി. 10 വർഷമായിട്ടാണ് അപ്പം ഞാൻ 13 സ്റ്റാർട്ട് ചെയ്തത്. 2013 13 12 12 തിരിക്കും. അവിടെ തൊട്ട് ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി. അവിടെ നിന്ന് സ്റ്റേജ് പ്രോഗ്രാമായിട്ട് 18 ആയപ്പോഴാണ് പയ്യാട് നിന്നത്. അറിയാലോ, ഫ്ലഡ് ആയിരുന്നു ഫസ്റ്റത്തെ കലാകാരന്മാരിൽ ഒരു വീഴ്ച. ഫസ്റ്റത്തെ ഫ്ലഡാണ്. ഫ്ലഡിൽ നിന്ന് തുടങ്ങി ഞങ്ങളുടെ ഒരു എന്താ പറയില്ലേ, ഒരു ലൈഫ് പ്രശ്നമാവാൻ തുടങ്ങി. ആ സമയത്ത് അപ്പൊ എന്തായിരുന്നു ചെയ്യുന്നത്? സത്യത്തിൽ അത് ആ സമയത്ത് ഒന്നുമില്ല നമ്മൾക്ക്. കാരണം ഒന്ന് കേരളം രക്ഷപ്പെട്ട് കയറി വരണം. അത് കഴിഞ്ഞ ആൾക്കാരൊന്ന് മൈൻഡ് മാറി അതൊന്ന് ബിസിനസ് ഒക്കെ പച്ച പിടിച്ച് നേരെ വരണം. എന്നിട്ട് അടുത്ത പണിയാണ് നമുക്ക് എന്റർടൈൻമെന്റ്. എത്തുവോ ഇല്ല എന്നുള്ളൊരു മൈൻഡായിരുന്നു. ഒരുപാട് വിഷമിച്ചു ശരിക്കും പറഞ്ഞാൽ. പലർക്കും എനിക്കൊക്കെ ട്രോമയായിരുന്നു ആ സമയങ്ങളിലൊക്കെ. എനിക്ക് കാരണം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യം പെട്ടെന്ന് നിർത്തുമ്പോൾ, പ്രത്യേകിച്ച് കല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭ്രാന്തായിരുന്നു. അത് പെട്ടെന്ന് നിന്നപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു ഞങ്ങൾക്ക്. അതിനുശേഷം പിന്നെ കൊറോണയും വന്നു. ഇപ്പൊ ഒട്ടുമില്ല, പ്രോഗ്രാമുകളും ഇല്ല ശരിക്കും പറഞ്ഞ. ഓ, ഇതൊക്കെ കാരണം കൊണ്ടാണോ ഇങ്ങനെ കുറഞ്ഞു വന്നത്? എന്നുവെച്ചാ ഫസ്റ്റ് ഫ്ലഡിന്ന് തുടങ്ങിയ ആൾക്കാർക്ക് പയ്യെ ഈ പറഞ്ഞില്ലേ, പയ്യെ കൊറോണ എല്ലാവരും മാറ്റി കളഞ്ഞു. കാരണം എല്ലാവരും ഓൺലൈൻ കയറി, എല്ലാവരും റീൽസ് മതി, ഇങ്ങനെ സ്റ്റേജ് പരിപാടികളൊന്നും വേണ്ട, എല്ലാവരും ഉള്ളിലായി, ഓൺലൈൻ തന്നെയായി. ആ സമയത്ത് സിബി എന്തായിരുന്നു ചെയ്യുന്നത് ഈ ഫ്ലഡ് ഒക്കെ വന്ന സമയത്ത്? അന്ന് പ്രോഗ്രാം വരെ ആ സമയമായിരുന്നു. ഫ്ലഡ് വരുന്ന വരെ ഞങ്ങൾക്ക് നല്ല പ്രോഗ്രാം ആയിരുന്നു. ആ സമയത്താണ് ഈ കോമഡീസ് ഒക്കെ ഞാൻ ചെയ്തത്. ആ സമയത്താണ് പീക്ക് ലെവലായിരുന്നു. വെച്ചാൽ എല്ലാവരും അറിഞ്ഞു. അത് നല്ലോണം ക്ലിക്കായിരുന്നു. അത് നല്ല പോലെ മൈലേജ് ആയിരുന്നു. എനിക്ക് ഇഷ്ടംപോലെ പരിപാടി കിട്ടിയിരുന്നു ആ സമയങ്ങളൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ ലൈഫ് തുടങ്ങി. പക്ഷെ ഫ്ലഡ് വന്ന് അവിടെ നിന്ന് അങ്ങോട്ട് വീണു ഞങ്ങള്. അത് വല്ലാത്തൊരു വിഷമാണ്. അത് എനിക്ക് മനസ്സിലാവില്ല. എത്രയോ പേരായിരുന്നു ആ സമയത്ത്. ശരിയാണ്, ഒരുപാട് കലാകാരന്മാർ തന്നെ ആദ്യം വീണു. പിന്നെ ഉള്ളത് വീട് പോയവർ, അവരൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇതെല്ലാം മറന്നു എല്ലാവരും ശരിയായി എത്തിയപ്പോഴേക്കും പലരും ഞങ്ങളെ മറന്നു. ഞങ്ങളുടെ വിഭാഗത്തെ കുറെ പേര് മറന്നിട്ടുണ്ട്. മറന്നിട്ടില്ലല്ല, അവരെ കൊണ്ട് അത് ചിന്തിപ്പിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എല്ലാവരും മാറി. അത് ഞാൻ പറഞ്ഞില്ല, ഒരാളുടെയും കുറ്റബോധമായിട്ടല്ല പറയണത്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും പ്രോഗ്രാം ഇല്ല അധികം. പണ്ടൊക്കെ ഒരു പെരുന്നാളോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അപ്പൻ്റെ പ്രോഗ്രാമിന്റെ അതിൽ കളിയായിരിക്കും. പക്ഷെ ഇപ്പൊ പ്രോഗ്രാം വെച്ചാൽ ആൾക്കാർക്ക്, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അങ്ങനെ എല്ലാവരും ഈ റീൽസ് മതി. റീൽസിലേക്ക് മാറിയതുകൊണ്ടേ അവരുടെ അത് ഒരു മാറ്റം തന്നെയാണ്. മാറ്റത്തിന്റെ കൂടെ നമ്മൾ പോയേ പറ്റൂ, ഒരു വഴിയില്ല. ചിലപ്പോ മൂൺ വാക്കേഴ്സ് എന്ന് പറഞ്ഞ മൂവി വന്നിട്ട് ചിലപ്പം പിന്നെ അതിലെന്തെങ്കിലും വരട്ടെ. കാരണം ഞാൻ ആഗ്രഹിച്ചതായിരുന്നു, എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നതാ. അതിൽ കുറെ കാണിക്കുന്നത് സ്റ്റേജ് പരിപാടികളാണ്. അത് കണ്ടെങ്കിലും ആൾക്കാർ സ്റ്റേജിനെ കുറിച്ച് ആലോചിക്കുക, അതിനെ ആഗ്രഹിക്കുകയും ചെയ്ത ഞങ്ങളുടെ ഭാഗ്യം, കലാകാരന്മാരുടെ ഭാഗ്യം. അപ്പൊ ഈ ഗപ്പിയിലേക്ക് വന്നതും, ഗപ്പിയിൽ ഞാൻ അത് കണ്ടത് ഇതുപോലെ തന്നെയാണ്. ഫ്ലവേഴ്സ് TV തന്നെ ചെയ്തിരുന്ന പരിപാടിയായിരുന്നു. അത് വെച്ച് കഴിഞ്ഞാൽ കോമഡി സൂപ്പർ നൈറ്റ്. ആ സമയത്താണ് എന്നെ തല്ലേണ്ടെന്നുള്ള ആ നീരജ് മാധവ് ആള് ഭയങ്കര ഹിറ്റായ സമയമാണ്. ആളായിരുന്നു അവിടുത്തെ ജഡ്ജ്. ആളുടെ കൂടെ ഞാനന്ന് 3 വാക്കൊക്കെ അടിച്ച് ആളെന്നെ കുറിച്ച് കുറെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഗപ്പിയുടെ ഡയറക്ടർ ഇത് കണ്ടു, ആൾക്കത് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം കോമഡി ദിവസം ആ സെയിം ചാനൽ തന്നെ കോമഡി ദിവസം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇത് കിട്ടി, 3 വാക്ക് കിട്ടി. ഒരു ഭാഗ്യം തന്നെ അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഈ മൂൺ വാക്കിന്റെ ഏറ്റവും ലാസ്റ്റത്തെ ആ ഒരു സീൻ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അപ്പൊ ഉണ്ടായ ഒരു ഇമോഷൻ സ്റ്റേജ് എന്തായിരുന്നു? അത് ഒറ്റ ടേക്കിൽ എടുത്തതാണോ അതോ എങ്ങനെ? അത് ലൈക്ക് അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഗൂസ് ബംസ്, എന്താ പറയാ, അതൊരു പ്രത്യേക ഒരു ഇമോഷനാണ് അത് കാണുമ്പോൾ തോന്നുന്നത്. ബിഹൈൻഡ് സീൻ വേറെയാണ്. ആ ബിഹൈൻഡ് സീനാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അത് എനിക്ക് എന്താ പറയാ, വല്ലാത്തൊരു ടെൻഷൻ ആയിരുന്നു അത്. മീൻസ് ആദ്യം ഞാൻ 1 മാസത്തോളം ഉണ്ടായിരുന്നു, ട്രെയിനിങ് ഉണ്ടായിരുന്നു 1 മാസത്തോളം. അപ്പോൾ ശ്രീത് മാസ്റ്ററാണ് കേട്ടോ ഇതിലെല്ലാം കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ശ്രീത് മാസ്റ്ററാണ്. അപ്പോൾ ശ്രീത് മാസ്റ്റർ ഇതിനു വേണ്ടി എന്ന് വെച്ചാൽ എനിക്ക് ഈ ഡാൻസ് ചെയ്യാൻ, മൈക്കിളായാലും ഞാൻ അതിൽ ചെയ്തിരിക്കുന്നത് മൈക്കിൾ ജാക്സന്റെ സംഭവം ചെയ്തിട്ടുണ്ട്. എന്റെ ലൈഫിൽ ഞാൻ ചെയ്താത്ത സാധനമാണ്. മീൻസ് ആ ഒരു ഇത്ര പെർഫെക്ഷനിൽ ഞാൻ എന്റെ റിയൽ ലൈഫിൽ ഞാൻ ചെയ്തിട്ടില്ല.
അതവിടെ എങ്ങനെയോ സംഭവിച്ചാണ്. അതൊക്കെ ഒരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഞാനത് സ്ക്രീൻ കണ്ടപ്പോൾ ഞാൻ തന്നെ ഇത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും പെർഫെക്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ആ സമയത്ത് കാരണം ഞാൻ അത്രയും ടെൻഷനിലായിരുന്നു ഞാൻ അത് ചെയ്തിരുന്നത് ആ സമയങ്ങളിലൊക്കെ. പോസ്റ്റ് തന്നെ മൂൺ വർക്കേഴ്സിന്റെ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വോയിസ് ഓഫ് വോയിസ്ലെസ്. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. അതാണ് പോർട്രേ ചെയ്തിട്ടുള്ളത് ആ മൂവിയിൽ. സുരയ്ക്ക് അധികം ഡയലോഗൊന്നും ഇല്ല, പക്ഷെ സുര അനുഭവിച്ചിരുന്ന ആ വേദന നമ്മൾ പറഞ്ഞില്ലേ, എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ഇത് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അമ്മ പറയായിരുന്നു, ആ മോനെ ഞാൻ സുര തനിയിരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് കാണിക്കുന്നുണ്ടല്ലോ, മോനെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരുപാട് തവണ അങ്ങനെ ചെയ്തിട്ടുണ്ട്, മീൻസ് നമ്മൾ തനിയെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോഴും എനിക്കത് ആ ഫീൽ വരും അറിയാണ്ട്. കാരണം ആരുമില്ല അവിടെ, അങ്ങേറ്റത്തായിരിക്കും ഇതിൻ്റെ ക്യാമറയൊക്കെ വെച്ചിട്ട് എന്നോട് ഇരുന്നോളം പറഞ്ഞ് ആ സമയങ്ങളിലൊക്കെ എനിക്ക് എന്താ പറയുക, ആ സമയത്ത് എന്തോ ഒരു വിഷമം പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് അത് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയത്. അമ്മ പറഞ്ഞു, മോനെ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് എന്തോ പോലെ എന്നുവെച്ചാൽ അമ്മ കണ്ടിട്ടുണ്ടാവും എപ്പോഴെങ്കിലൊക്കെ ഞാൻ ഇങ്ങനെ മാറി നിന്ന് വിഷമിച്ചിരുന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. അമ്മ അത് പറഞ്ഞു എൻ്റെ അടുത്ത്. അതെനിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു ശരിക്കും. പിന്നില്ലേ അമ്മയ്ക്ക് അത് പിന്നെ നമ്മളുടെ അത്രയും വിഷമങ്ങൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കുമല്ലോ അമ്മ. അപ്പൊ അമ്മയ്ക്ക് പെട്ടെന്ന് അത് കണക്ട് ചെയ്യാം. ഈവൻ നമുക്ക് തന്നെ അത് കണ്ടപ്പോ സങ്കടം തോന്നി. കാരണം സുര എന്ന് വെച്ചാൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരാളാണ്, പക്ഷെ ആൾക്കൊന്നിനും പറ്റുന്നില്ല. ആൾക്ക് ആരും ഇല്ല. ആൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങളും ഏറ്റവും കൂടുതൽ പാഷൻ ഉള്ളത് സുരയ്ക്കാണ്. പക്ഷെ സുരേനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ സുരേനെ നീ നിക്കടാന്ന് പറയാൻ അപ്പൊ ആരും ഇല്ല അവിടെ. ഏറ്റവും സങ്കടമായത് അവരാരും വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെയും അവിടെ തന്നെ ഇരിക്കാന്ന് പറയുന്നത് അത് ഭയങ്കര ഇമോഷനാണ് ശരിക്കും. അത് എന്താ പറയാ, ആർക്കാണെങ്കിലും പെട്ടെന്ന് ഫീൽ ചെയ്യും. ഇത് വേറൊരു ഇതിപ്പോ വോയിസ് ഓഫ് വോയിസ്ലെസ് ആ ഒരു രീതിയിൽ മാത്രമല്ല പറയുന്നത്. പല കാര്യങ്ങളും നമ്മളിപ്പോ കൂട്ടുകാരുടെ ഇടയിൽ ഭയങ്കര കുറെ പേരുണ്ട് കൂട്ടുകാരുടെ ഇടയിൽ, പക്ഷെ നമ്മളെ മാത്രം ഒഴിവാക്കാണ്, നമ്മളെ മാത്രം വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, നമ്മള് വേണ്ട, നീ വേണ്ട, ഞങ്ങള് മാത്രമേ ഉള്ളൂ. അതൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അവർക്ക് അതൊരു വേദന തന്നെയാണത്. അത് എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കണ്ണൻ എന്ന് പറഞ്ഞിട്ട്, അവനത് എൻ്റെ അടുത്ത് ഇടയ്ക്കൊക്കെ പറയായിരുന്നു. അവനും ഇതുപോലെ അനുഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒറ്റപ്പെടുത്ത. ഇപ്പോൾ പറഞ്ഞില്ലേ കൂട്ടുകാരുടെ, എടാ നീ വേണ്ട, നീ ഒന്ന് മാറിയിരുന്നോ എന്നുള്ള ഒരു അവഗണന അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ട്. മീൻസ് പക്ഷെ അവനൊന്നും ഈ പ്രശ്നം ഉണ്ടാക്കാൻ പോകാറില്ല. അതാണ് ഞാൻ ഇതിലേക്ക് കണ്ടേക്കുന്നത്. ഓടിച്ചെന്ന് എന്താടാ എന്നെ അങ്ങനെ ചോദിക്കില്ല, ഓക്കെ എന്ന് പറഞ്ഞ് മാറി നിന്നിട്ട് കരയുന്ന ഒരാളാണ് അവനൊക്കെ. ഇപ്പം ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ചുറ്റുപാടും കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഈ സുര എന്നുള്ള ക്യാരക്ടറിലേക്ക് എങ്ങനെയൊക്കെയോ മെർജായി. അതെനിക്ക് അറിയില്ല, അതൊരു അത്ഭുതം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇതൊക്കെ സാറ് ചിലപ്പം എന്നിൽ കണ്ടിട്ടുണ്ടാവണം. സാർ എപ്പോഴും പറയാറുണ്ട്, സുര നീയും നല്ല കറക്റ്റാണ്. സാറ് ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നല്ല കണക്ട് ആണ്. അപ്പം ഇതുപോലെ പുള്ളിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും, ലൈക്ക് അത്രയും ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുള്ള ഒരു വ്യക്തിയായിരിക്കും, അത് കണക്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. 3 മാസത്തിന്റെ ഉള്ളിലും ഞാൻ ഇതിങ്ങനെ തന്നെയായിരുന്നു തോന്നുന്നു. ഇവരോടധികം അങ്ങനെ വലിയായിട്ട് സംസാരിക്കില്ല. എന്തെങ്കിലും ഫസ്റ്റ് ഒരു സീനില് ഹായ് ഞങ്ങള് ഇന്ന ആൾക്കാരാണ്, ഞങ്ങളുടെ മെയിൻ ആള് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ പരിചയപ്പെടുത്തില്ലേ. ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോ എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് ഞാൻ ഇന്ന കോഴ്സാണ് പഠിച്ചത് ഇങ്ങനെ പറയും. അപ്പൊ സുരേനെ കാണിക്കുന്നുണ്ട്, ബിക്കോസ് സുര പഠിച്ചിട്ടില്ല. അപ്പം സുരേനെ കാണിക്കുന്നത് സൂം ചെയ്ത് കാണിക്കുമ്പോ സുരയ്ക്ക് അവിടെ ഡയലോഗ് ഇല്ല. ഫസ്റ്റ് സീനാണത്. സുരയുടെ ആക്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം സുര പഠിച്ചിട്ടില്ല. ഇവർക്ക് എല്ലാവർക്കും പറയാനൊരു കാര്യമുണ്ട്, സുരയ്ക്ക് പറയാൻ ഒന്നുമില്ല. ആ ഇമോഷനാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അത് ചെറിയ ഒറ്റ സീനാണത്. ആ ഫസ്റ്റത്തെ സീൻ എനിക്ക് റിലേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവർക്കും കണക്ട് ആവുന്നോണ്ടാണത്. കാരണം നമ്മള് ഫ്രണ്ട്സ് എല്ലാവരും വലിയ ആൾക്കാരൊക്കെ ആയിരിക്കും. അതെപ്പോഴും അതിങ്ങനെ പോർട്രേ ചെയ്യുന്നത് ഒരുപാട് പേര് ഇത് അനുഭവിക്കുന്നുണ്ട്, ഇപ്പോഴും അത് അനുഭവിക്കുന്നുണ്ട്. അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഡയറക്ടർ കാരണം ആ ഒരൊറ്റ നോട്ടം മതി. എനിക്ക് അത് കണ്ടപ്പോ ശരിക്കും വിഷമായി. കാരണം ആ സമയത്തൊന്നും എന്നോട് ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അഭിനയിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നീ അവിടെ നിൽക്കുക, ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക, ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. അവിടെ അത് സാറിന്റെ ബ്രില്യൻസ് ആണത്. ഒരുപാട്
സുരമാർക്ക് ഒരു ഇൻഫ്ലുവൻസ് ആയതിലും ഒക്കെ ഒരുപാട് നന്ദി ആക്ച്വലി. ഞങ്ങൾക്കും ഇപ്പം ആർക്കും അങ്ങനെ ഇങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ടായിരിക്കില്ല അവർക്ക് അങ്ങനെ ഒരു സങ്കടം വരും. പക്ഷെ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ഒരു ഇമോഷൻ വരും. അതാണ് ഒരു ക്യാരക്ടറിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അതെന്തായാലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, സിബി ചെയ്തിട്ടുണ്ട്. അപ്പൊ വീണ്ടും എന്തായാലും ഒരുപാട് നല്ല മൂവീസിൽ ഒരു പാർട്ടാവാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.